ചെടിതനക്കായിരിക്കും. അല്ല, സ്വർണം കുഴിച്ചെടുക്കുന്നു. ചേട്ടാ, നാളെ വ്യാഴാഴ്ച അല്ലയോ? ഇന്ന് ബുധനാഴ്ചയാ. ആ, നാളെ വ്യാഴാഴ്ച ആയിരിക്കും. നാളെ മൈക്രോ ഫിനാൻസുകാർ വരുമ്പോഴും ഈ ചിരി മുഖത്ത് കാണണം. ഒരാഴ്ച മുടങ്ങിയനെ ആ സുമാരി ചേച്ചിയെ പറഞ്ഞ കേട്ടാലുണ്ടല്ലോ, തൊലി പൊളിഞ്ഞു പോയി. മുടങ്ങിയാനല്ലേടി, നാളെ അവന്മാർ വരുമ്പോ ആ കാശ് കൊടുക്ക്. എന്റെ ഇരിപ്പുണ്ടല്ലോ. എൻ്റെ പൊന്നേട്ടാ, പെണ്ണിന്റെ ട്യൂട്ടോറിന്റെ ഫീസ് കൊടുത്തിട്ട് 2 മാസമായി. നാളെ മൈക്രോ ഫിനാൻസുകാർ വരും. ഞാൻ ഈ 1100 രൂപ ആർക്കൊക്കെ പെച്ചിപ്പറിച്ചു കൊടുക്കാനാ? എന്റെ പൊന്നു കൊണ്ടാട്ടി, നീ ദാരിദ്ര്യം പറിച്ചില്ല നിർത്ത്. ആ ട്യൂട്ടോറിൽ അയസാനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം ഒന്ന് ക്ഷമിക്കാൻ. നീ ആ മാക്രോമാർക്ക് നാളെ പൈസ എടുത്ത് കൊടുക്കാൻ നോക്ക്. മാത്രമല്ല മൈക്രോ ഫിനാൻസുകാർക്ക്. മാക്കറിയെങ്കിൽ മാക്കറി, നീ അവന്മാർക്ക് ആ പൈസ കൊടുത്ത് വാടകയ്ക്കാൻ നോക്ക്. എൻ്റെ ദൈവമേ, എന്നാ ഈ താരിഫൊക്കെ ഒന്ന് മാറും. തീരുവടി എല്ലാം മാറി പറയും, നീ നോക്കിക്കും. നീ പോയി ഒരു കഞ്ഞി ഉണ്ടാക്കി, ഇതിനകത്ത് പപ്പടം ഇരിപ്പുണ്ട്. ചുട്ട പപ്പടം കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. ചെല്ല്. അതെ, ഞാൻ കുളിച്ചിട്ട് വരുമ്പോ കഞ്ഞി ഉണ്ടാക്കി വെച്ചേക്കണേ. ആ, പോയി കുളിച്ചിട്ട് വാ. ആ, പിന്നെ അവിടെ വഴുക്കലുണ്ടേ, വീഴാതെ നോക്കണേ. അയ്യോ ചേട്ടാ, നിങ്ങൾ ഭാര്യയും ഭർത്താവൂടെ ഞങ്ങളെ ഒരുമാതിരി പൊട്ടന്മാരാകരുത്. ഈ ആഴ്ച അവിടെ കൂട്ടിയേ 3-ാമത്തെ ആഴ്ച നിങ്ങൾ ഈ അടവ് നടക്കുന്നത്. മനഃപൂർവ്വം അല്ലല്ലോ അനിയ, ചേട്ടൻ മറിഞ്ഞു വീണി ഇരിപ്പായിട്ടല്ലേ. മതി ചേച്ചി, ഈ ഡയലോഗ് ഞങ്ങൾ ആദ്യത്തെ വീക്ക് കേട്ടതാ. ഇനി ഈ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വർക്കാവത്തില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടണം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഈ ഇരിപ്പ് 2 മാസം ഇരിക്കുന്നു. ഇരുന്നോ, 6 മാസം വരുന്നോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം മുടങ്ങി ഉൾപ്പെടെ 3 ആഴ്ചത്തെ 2600 രൂപ ഞങ്ങൾക്ക് ഇന്ന് കിട്ടണം. മോനെ, ഒരാഴ്ച കൂടെ ക്ഷമിക്കും. അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. അതെ അനിയന്മാര്, ഈ ഒരാഴ്ചയും കൂടി. ഞങ്ങളിവിടെ മോനെയൊന്നും അനിയാന്നും ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ഞങ്ങളിവിടെ പെങ്ങളും അനിയനും അച്ഛനും മോനും ഒന്നും കളിക്കാൻ വന്നതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടണം. ഞാൻ വീഴുന്നതിന് മുമ്പ് ഒരാഴ്ച പോലും അടവ് മുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ. ജീവനുണ്ട്. അടുത്ത ആഴ്ച ഈ മുടങ്ങിയത് ഉൾപ്പെടെ ഞാൻ അടച്ചിരിക്കും. ഇതിലും ഭേദം ഇയാളെ ചാവുന്നതായിരുന്നല്ലോ. അയ്യോ, ദൈവദോഷം പറയല്ലേ നിങ്ങള്. പിന്നെ അല്ലാതെ മരിച്ചായിരുന്നേ ഇൻഷുറൻസ് എങ്കിലും ക്ലെയിം ചെയ്തെടുക്കാനും. ഇത് അതും പറ്റത്തില്ലല്ലോ. ആ, ഒരു കാര്യം ചെയ്യ്, കൈ കിടക്കുന്ന വള കൊണ്ടുപോയി വിറ്റിട്ട് ഞങ്ങളുടെ ലോൺ ഫുൾ അങ്ങ് സെറ്റിൽ ചെയ്യും. ഇപ്പോഴാകുമ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയുവാ. അയ്യോ, അതിനിത് ഗോൾഡ് കവറിങ്ങാ. അടിപൊളി. കൊഴുപ്പട്ടിയുടെ ആണെങ്കിലും ചേച്ചിക്ക് ആഡംബരത്തിന് ഒരു കുറവില്ലല്ലോ. രഘുവേട്ടൻ, ഇതേത് മാറണം? എന്താ അവനത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടാ? താനാരാ? ഞാനാരെങ്കിലും ആവട്ടെ, നീയൊക്കെ ഏതാ? അല്ല, ഒന്നുമില്ല രഘുവേട്ടാ. ഒന്നും ഇല്ലാണ്ടാണല്ലോ ഇമാരാണ് വെള്ളം ഉണ്ടാക്കുന്നത്. എന്താ അവനത് പ്രശ്നം? പറ. നീ അവനെ നോക്കണ്ട, അവൻ ഉള്ളു കത്തിയാലും ഒന്നും പറയത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. ഇവർ മൈക്രോ ഫിനാൻസുകാരാ. ചേട്ടൻ വീണതിന് ശേഷം 3 ആഴ്ചയായി അടവ് മുടങ്ങിയിട്ട്. അതാ ഇത്രയുള്ള പ്രശ്നം. അത്രേ ഉള്ളോന്നോ? പിന്നെ കാശ് താൻ തരൂ. നിനക്കൊക്കെ എത്രയാണ് തരാനുള്ളത്? 2400. 2400. വായിച്ചോ. ചേച്ചി, മൊബൈലിൽ മെസ്സേജ് വരും കേട്ടോ. പോട്ടെ ഏട്ടാ. പോട്ടെ. ശരി. എടാ പോ, ബാക്കി 100 രൂപ ഇങ്ങ് എന്നിട്ട് പോടാ. ഓ സോറി ഏട്ടാ, മറന്നുപോയി. ആ 100 മുഞ്ചി. കൊണ്ട് വെക്ക്. എടാ, നിനക്ക് കാശിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതോ പണിക്ക് വേണ്ടി മാത്രമേ നീ വിളിക്കത്തുള്ളൂ? അതെല്ലാവരും കേട്ടാ. എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. എടാ, ഒരു ആവശ്യം വരുമ്പോഴല്ലേ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത്. അല്ലാതെ എടുത്തു പെരുമാറാൻ നിൻ്റെ ഈ സമ്പാദ്യം വല്ല ഇരിപ്പുണ്ടോ? സമ്പാദ്യം ഒരു പനി ഒന്നോ തീരാവുന്നുള്ള ഒരു കേട്ടാ നമ്മുടെ സാധാരണക്കാരുടെ സമ്പാദ്യം.